പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന വലിയ കൃപയോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ചിലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നത്തെ ഈ ആരാധനയിൽ നമ്മുടെ ജീവിതത്തെ എല്ലാം കർത്താവിന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു ദിവസം ദൈവം നമുക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 80-ാം അധ്യായം 15-ാമത്തെ തിരുവചനം എടുക്കാമോ? സങ്കീർത്തനങ്ങൾ 80-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. നല്ലൊരു വചനമാണ്. നമുക്ക് ഈ രാത്രിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ കർത്താവ് നൽകുന്ന ഒരു വചനമാണ്, അല്ലേ? സങ്കീർത്തനം 80:15 എടുക്കാമോ? സ്വർഗത്തിൽ നിന്ന് ഉറക്കെ വായിച്ചോ. സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? ആ വചനം ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. സങ്കീർത്തനം 80:15. എല്ലാവരും ആ വചനത്തിൽ നോക്കി വായിക്കണം. എന്താണ് വചനം? സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഉറക്കെ വായിച്ചേ. സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഏതാണ് ആ മുന്തിരിവള്ളി? നമ്മൾ ഓരോരുത്തരുമാണ്, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 15 എടുക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഈ മുന്തിരിച്ചെടി എന്താണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സങ്കീർത്തനം 80:5 നമ്മൾ വായിച്ചത് എന്താണ്? കർത്താവെ, സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ അങ്ങയുടെ ഉറക്കെ പറഞ്ഞോ, അങ്ങയുടെ വലത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് പരിഗണിക്കണമേ, അല്ലേ? അങ്ങ് എന്നെ തള്ളിക്കളയരുതേ. ഞാനൊരു അപേക്ഷ വെച്ചാൽ കർത്താവെ അത് തള്ളിക്കളയരുത്. അപ്പോൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അനേകം ആളുകൾ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. അനേകം നിയോഗങ്ങളിൻ്റെ ചാറ്റ് ബോക്സിൽ എഴുതിയിടുന്നുണ്ട്. നിയോഗങ്ങളിലെല്ലാം കർത്താവ് അതിനെല്ലാം പരിഗണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലത് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എടുക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. യോഹന്നാൻ 15-ാമത്തെ അധ്യായം വായിക്കാമോ? 1 മുതലുള്ള വചനം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. അല്ലെ? ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് നട്ട ആ മുന്തിരിച്ചെടി, അല്ലെ? ആരാണ്? ക്രിസ്തുവാണ്, അല്ലെ? ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. നമ്മൾ ഓരോരുത്തരും എന്താണ്? അതിൻ്റെ ശാഖകളാണ്, അല്ലെ? അപ്പൊ ശാഖകൾ എന്ന് പറയുമ്പോൾ ആ ശാഖയും എന്ത് തന്നെയാണ്? മുന്തിരിച്ചെടി തന്നെയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വായിച്ചേ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. അടുത്തത്, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. ഇനി 5-ാമത്തെ വചനം വായിച്ചേ. 5-ാമത്തെ വചനം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട വചനം. വായിച്ചേ. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വചനം എന്താണ് പറയുന്നത്? എന്നെ കൂടാതെ നിങ്ങൾക്ക്, അല്ലേ, എല്ലാം ചെയ്യാൻ പറ്റും ആണോ? അല്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആണോ? അല്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു മുട്ടുസൂചി കുത്താൻ പോലും കർത്താവിൻ്റെ സഹായമില്ലാതെ നമുക്ക് സാധിക്കില്ല. അതാണ് വചനം പറയുന്നത്, അല്ലേ? ഒരിക്കൽ കൂടി 5-ാമത്തെ വചനം വായിച്ച് ശ്രദ്ധിച്ച് വായിക്കണം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. അല്ലെ? അപ്പൊ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു ജീവിതം എന്ത് ചെയ്യുന്നത്? ഫലം പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഫലമുണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ജീവിതം പുഷ്പിക്കുന്നത് അത് ആരോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്? ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, അല്ലേ? നീ പഠിച്ചൊരു കോഴ്സ് നിനക്ക് അനുഗ്രഹപ്രദമായി മാറുന്നത്, അതിൽ നിന്നൊരു ഫലമുണ്ടാകുന്നത് നീ ആ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ്. ഒരു തൊഴിൽ നീ ചെയ്താൽ ആ തൊഴിൽ നിനക്ക് അനുഗ്രഹമാകുന്നത്, അല്ലേ? അതെപ്പോഴാണ്? നീ കർത്താവിനോട് ചേർന്ന് അത് ചെയ്യുമ്പോഴാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വ്യക്തിപരമായ മിടുക്ക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും ഫലം പുറപ്പെടുവിക്കാം. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാമായിരിക്കും, അല്ലേ? കുറേ ചെയ്യാം. അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. പക്ഷെ എല്ലാം കൂടെ കണക്കൂട്ടി നോക്കുമ്പോൾ അവസാനം ഒരു വട്ടപൂജ്യമാണ്, അല്ലേ? എവിടോട്ട് ഓടി ഒരു പിടുത്തമില്ല, അല്ലേ? എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്താ എൻ്റെ ഫലം? ഒരു പിടുത്തമില്ല. അപ്പോൾ പറഞ്ഞത് വചനം പറയുകയാണ്, അല്ലേ? ഞാൻ ഏറെ ഫലം
പുറപ്പെടുവിക്കുന്നു. എപ്പോഴാണ്? ഞാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ. അടുത്ത വചനം എന്താണ്? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വചനം ഒരിക്കൽ വായിച്ചേ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരിക്കൽ കൂടി പറഞ്ഞേ. കർത്താവിനെ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അല്ലെ, കർത്താവിനെ കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെ, കർത്താവിനോട് ചേർന്ന് നിന്നാൽ നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അതാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ, അല്ലേ, എന്താ, അല്ലേ, എനിക്കെല്ലാം അവനിലൂടെ, അല്ലേ, അവനിലൂടെ. മനസ്സിലാവുണ്ട്? ലത്തീൻ വിശുദ്ധ കുർബാനയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. എന്താണ്? ഇൻ ഹിം, വിത്ത് ഹിം, ത്രൂ ഹിം എന്ന് പറയും. അതായത് ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ, ക്രിസ്തു ക്രിസ്തു എന്ന് പറയരുത്, അല്ലേ, എല്ലാം ആരിലൂടെയാണ്? ക്രിസ്തുവിലൂടെയാണ്, അല്ലേ, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൽ തന്നെ, അല്ലേ. അപ്പോൾ എല്ലാം കർത്താവിന്, അല്ലേ, എല്ലാം കർത്താവിലൂടെയാണ്, എല്ലാം കർത്താവിലൂടെയാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം കർത്താവിലാണ്, എല്ലാം കർത്താവിലൂടെയാണ്, എല്ലാം കർത്താവിനോടൊപ്പമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അല്ലേ. അപ്പോൾ എന്തെടുത്താലും, അല്ലേ, പലതും നമ്മൾ സമ്മതിക്കില്ലെന്നേ ഉള്ളൂ. നമ്മൾ സമ്മതിച്ചോ സമ്മതിച്ചില്ലയോ, അല്ലേ. ഇപ്പം നമ്മൾ പറയുകയാണ് അമേരിക്ക ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അത് അമേരിക്ക ഇല്ലാണ്ടാവുമോ? ഇല്ല. നമ്മൾ സമ്മതിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വിവരക്കേടും ഉണ്ട്, അല്ലെങ്കിൽ അറിവില്ലായ്മ ഉണ്ട്, നമ്മൾ പോകാത്തത് കൊണ്ട് നമ്മൾ പറയുകയാണ് അമേരിക്ക ഇല്ല, അല്ലേ. നമുക്ക് നേരെ ഓപ്പോസിറ്റാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇപ്പോൾ അവിടെ പകലാണ്. അപ്പോൾ നമ്മൾ പറയണം അങ്ങനെയൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ കാണാത്തൊരു കാര്യമായതുകൊണ്ട് അതില്ല എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുകയില്ല, അല്ലേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അല്ലേ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഹെബ്രായ ലേഖനത്തിൽ വചനം പഠിപ്പിക്കുന്നതാണ്. വിശ്വാസം എന്നത്, പറഞ്ഞോ, വിശ്വാസം എന്നത് ഒക്കെ പറയണം, വെറുതെ ഇരുന്ന് ഉറങ്ങരുത്, അല്ലേ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. അപ്പോൾ എന്താണ്? വാട്ട് ഈസ് ഫെയ്ത്ത്? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും, പിന്നെന്താണ്? കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. നമുക്ക് കാണുന്നില്ല എന്ന് വിചാരിച്ച്, അല്ലേ, മാലാഖമാർ, അവരെ നമ്മളിപ്പോൾ കാണുന്നില്ല, അല്ലേ, അവർ അരൂപികളാണ്, നമ്മൾ കാണുന്നില്ല. അപ്പം നമ്മൾ പറയണം അതില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, അല്ലേ. മാലാഖമാർ, കാവൽ മാലാഖമാർ നമ്മോടൊപ്പം ഉണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അല്ലേ. ഇപ്പോൾ യോഹന്നാൻ 15:5 പറഞ്ഞത് എന്താണ്? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് പഠിച്ചോണം. ഇത് ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം വളരെ എളുപ്പമായി മാറും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പലപ്പോഴും ജീവിതം ദുസ്സഹമായി മാറുന്നത് എന്താണ്? ഇത് എല്ലാം ചെയ്യുന്നത് ഞാനാണെന്നുള്ളൊരു ചിന്തയാണ്, അല്ലേ. അത് ചെയ്യുന്നത് ഞാനാണ്, ഇത് ചെയ്യുന്നത് ഞാനാണ്, നമ്മളാണിത് ചെയ്യുന്നതെന്നൊരു ചിന്തയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ. മറിച്ച് എല്ലാം കർത്താവാണ് എന്നൊരു ചിന്ത. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഞാൻ ആർക്കുള്ളതാണ്? ക്രിസ്തുവിലുള്ളതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അല്ലേ. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഞാൻ ആർക്കുള്ളതാണ്? ക്രിസ്തുവിനുള്ളതാണ്, അല്ലേ. ക്രിസ്തുവിലാണ്, അല്ലേ. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിലാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എല്ലാം കർത്താവിലാണ്. നമ്മൾ ജീവിക്കുകയോ മരിക്കുകയോ എന്ത് ചെയ്താലും അത് കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? കർത്താവിനോട് ചേർന്ന് വേണം നമ്മൾ ചെയ്യുവാനായിട്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ കർത്താവിനോട് ചേർന്ന് ചെയ്യണം, അല്ലേ. എല്ലാ കാര്യങ്ങളിലും കർത്താവിനോട് ചേർന്ന് ചെയ്യുമ്പോൾ അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അല്ലേ. എല്ലാം ദൈവത്തോട് ചേർന്ന് അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടാകണം, അല്ലേ. എല്ലാം ഇനി എടുക്കാമോ? മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം, അല്ലെ. എല്ലാ കാര്യങ്ങളും കർത്താവിനോട് ചേർന്ന് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 23 മുതലുള്ള തിരുവചനം. മർക്കോസിൻ്റെ സുവിശേഷം എടുക്കുക, 10-ാമത്തെ അധ്യായം, അതിൻ്റെ 23 മുതലുള്ള തിരുവചനങ്ങൾ എടുക്കാമോ? ഉറക്കെ വായിച്ചോ. യേശു ചുറ്റും നോക്കി ശിഷ്യന്മാരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര
പ്രയാസമാണ്. ബാക്കി വായിച്ചോ. അവൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസമാണ്. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടുവാൻ ആർക്ക് കഴിയും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, പറഞ്ഞേ, മനുഷ്യന് ഇത് അസാധ്യമാണ്, പക്ഷേ ദൈവത്തിന് അങ്ങനെയല്ല, അവിടുത്തേക്ക് എല്ലാം സാധിക്കും. അല്ലേ? അപ്പൊ യോഹന്നാൻ 15:5 നമ്മൾ കണ്ടത് എന്താണ്? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇവിടെ ഈശോ പറയുകയാണ്, മനുഷ്യർക്ക് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് എല്ലാം, പറയൂ, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യർ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുണ്ടാവില്ലെന്നാണ്, അല്ലേ? സ്കാനിങ് റിപ്പോർട്ടിൽ മെഡിക്കൽ കോളേജിൽ 25 ഡോക്ടർമാരും പറഞ്ഞത് കുഞ്ഞുണ്ടാവില്ലെന്നാണ്. അതിനുള്ള മെഡിക്കൽ റിസൾട്ടുകൾ കയ്യിലിരിക്കുകയാണ്, സ്കാനിങ് റിപ്പോർട്ടുകൾ ഇരിക്കുകയാണ്. പക്ഷെ പ്രാർത്ഥിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരാളോട് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി. അപ്പം ഞാൻ ചോദിച്ചു, ഇതിനെ ദത്തെടുത്തതാണോ, അഡോപ്റ്റ് ചെയ്ത കുഞ്ഞാണോ? പറഞ്ഞില്ല അച്ഛാ, എനിക്ക് എൻ്റെ ഭാര്യയിൽ ഉണ്ടായ കുഞ്ഞാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മളതാ മനസ്സിലാക്കേണ്ടത്, മനുഷ്യർക്ക് അസാധ്യമായത് ആർക്ക് സാധ്യമാണ്? ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ നമ്മളതൊന്ന് വായിക്കുകയാണ്, അല്ലേ? ഈശോ ശിഷ്യന്മാരുടെ നോക്കി പറയുകയാണ്, 23-ാമത്തെ വചനം, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്രയോ പ്രയാസമാണ്. വായിച്ചേ. യേശു ചുറ്റും നോക്കി ശിഷ്യന്മാരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസമാണ്. അപ്പൊ ഇവിടെ ഈശോ ഉദ്ദേശിക്കുന്ന സമ്പന്നൻ ആരാ? അപ്പൊ കാശുള്ളവരാരും സ്വർഗത്തിൽ പോവില്ലേ? സമ്പത്ത് ഒരു തിന്മയാണോ? സമ്പത്ത് തിന്മയാണോ? എന്തെങ്കിലും ഒന്ന് പറയൂ, പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. സമ്പത്തൊരു തിന്മയാണോ? പിന്നെ ഈശോ പറഞ്ഞത് എന്താണ്? സമ്പന്നൻ ദൈവരാജ്യത്തിൽ പോവില്ലെന്ന്. സമ്പന്നൻ ഞരങ്ങരുതെന്നല്ല, മറുപടി പറയണം. സമ്പന്നൻ അങ്ങനല്ലേ വായിച്ചത്? അതോ ഞാൻ വായിച്ചത് തെറ്റാണോ? എനിക്ക് വെള്ളം എഴുത്തായോ? അല്ലല്ലോ. യേശു ചുറ്റും നോക്കി ശിഷ്യന്മാരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു. അതാണ് ഏറ്റവും, അത് ഉദാഹരണം കേട്ടാൽ തല ഇറങ്ങി വീഴും, അല്ലേ? സൂചിക്കുഴയിലൂടെ നൂല് കയറ്റുമ്പോൾ അത് കയ്യിൽ എന്തോരം തവണ കൊണ്ടിട്ടുണ്ട്, അവസാനം സൂചി എടുത്ത് കളഞ്ഞിട്ട് പോയവരാണ് നമ്മൾ, അല്ലേ? സൂചിക്കുഴയിലൂടെ നൂല് കയറ്റാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലേ? എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കയറി കയറി വരത്തേയില്ല, അത്രയും പ്രയാസമാണ്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ആ സൂചിക്കുഴയിലൂടെ ആര് കയറിപ്പോകുന്നതാണ്? ഒരു ഉറുമ്പെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കാമായിരുന്നു. മനസ്സിലാവണം. ഇത് മുതുകുത്ത് മുഴയും കൂടെയുള്ളൊരു സാധനത്തെ പിടിച്ചിട്ട് ഉദാഹരിച്ചിട്ട് പറയുകയാണ്, ആ സൂചിക്കുഴയിലൂടെ ഒട്ടകം കയറിപ്പോകുന്നതാണ് അതിലും എളുപ്പം. എന്ന് പറഞ്ഞാൽ സമ്പന്നൻ കയറിപ്പോകാൻ അത്രയും പ്രയാസമാണ്. അപ്പം എന്താ എൻ്റെ അർത്ഥം എന്താണ്? സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമാണ്. അപ്പോൾ ഇവർ വീണ്ടും ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഇത് അങ്ങനെ തന്നെയാണോ ഉദ്ദേശിച്ചത്? അപ്പോൾ ഇവർക്ക് ഇച്ചിരി സമ്പാദ്യമൊക്കെ ഉള്ള ആളുകളാണ് ഈ ശിഷ്യന്മാർ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ കർത്താവ് പറയുകയാണ്, മക്കളെ, വളരെ സ്നേഹത്തോടെ പറയുകയാണ്, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ആരാണ്? ധനവാൻ, അല്ലേ? അടുത്ത വചനം വായിച്ചേ. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്, അല്ലേ? ഇവിടെ ഒട്ടകം എന്നുള്ളത് ഒരു തെറ്റായ ട്രാൻസ്ലേഷൻ ആണെന്ന് പറയുന്നുണ്ട്. വടം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ക്യാമൽ, വടം എന്ന് പറയുന്നുണ്ട്. വടമായ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. നൂല് പോകുന്നതിനേക്കാൾ, അല്ലേ, സൂചിക്കുഴയിലൂടെ ഒരു വലിയ കയറ് കയറിപ്പോകുന്നതാണ് അതിൽ എളുപ്പം എന്നൊക്കെ കർത്താവ് പറയുന്നത്. പറഞ്ഞാൽ അസംഭ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ലേ? എന്തെങ്കിലും ഒന്ന് പറ. സമ്പത്ത് മോശമാണോ? സമ്പത്ത് തരുന്നത് ആരാ? അല്ലേ? അമർത്തി കുലുക്കി നിറച്ചളന്ന് മടിയിലിട്ട് തരും എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാ? കർത്താവാണ്, അല്ലേ? ഇപ്പൊ സമ്പത്ത് മോശമാണോ? എല്ലാം ഒരേ വാ വെച്ച് പറയരുത്. സമ്പത്ത് മോശമാണോ? അല്ല. അങ്ങനെയെങ്കിൽ പിന്നെ കർത്താവ് പറഞ്ഞ എന്താണ്? സമ്പന്നൻ. സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ആരാ? സമ്പത്തുള്ളവൻ, അല്ലേ? അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പ്രയാസമാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? മോളെന്താ പറഞ്ഞു? അന്യായമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല, രാവിലെ നല്ലതുപോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സമ്പത്താണ്. അല്ല, അന്യായമായ സമ്പത്തെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? സമ്പത്ത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ.
അന്യായമായ സമ്പത്ത്, അത് അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് സമ്പത്തെന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവൻ ദരിദ്രരോട് ദയ കാണിച്ചില്ലെന്നോ, പിന്നെ അവൻ പൈസ ചെലവാക്കാത്തവൻ പിശുക്കനാണ്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് സമ്പന്നൻ. ഇപ്പൊ കയ്യിൽ കുറച്ച് കാശുണ്ടായത് അത്ര വലിയ തെറ്റാണോ? ആ കുഞ്ഞുമോള് പറഞ്ഞെന്താ? ഉറക്കെ പറഞ്ഞേ. ഇബാ ഞാൻ കേട്ടില്ല, പറഞ്ഞോ. ആ ആ അങ്ങനെയുള്ളവർ സ്വർഗത്തിൽ പോകത്തില്ല. കറക്റ്റായിട്ട് ആ സമ്പത്ത് ഉപയോഗിക്കത്തെ, അല്ലേ? ആളുകളെ ഹെൽപ്പ് ചെയ്യേണ്ടവരെ ഹെൽപ്പ് ചെയ്യാത്തവർ, അല്ലേ? അങ്ങനല്ലേ ഉദ്ദേശിച്ചേ? അങ്ങനെയുള്ള സമ്പന്നർ പോകുന്നില്ല, അല്ലേ? പോരുത്. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ സമ്പന്നൻ നല്ല എല്ലാവരെയും സഹായിക്കുന്ന ആളാണ്. അപ്പോൾ എന്തു ചെയ്യും? നീ ഇവിടെ ഈ കസേരയിരി, നിന്നോട് ഒന്ന് രണ്ട് ചോദ്യം കൂടി ചോദിക്കാണ്. അവൾ ചിന്തിച്ച ശരിയാണ്. അവൾ പറഞ്ഞത് എന്താണ്? അല്ലെ, സമ്പത്തുണ്ടായിട്ടും അല്ലെ അത് വേണ്ടത്ര നല്ല രീതിയിൽ വിനിയോഗിക്കാതെ ഒരു ഹെൽപ്പ് ചെയ്യേണ്ട ഒരാളെ കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാതെ പോകുന്നവർ നമ്മൾ സ്വാഭാവികമായിട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലേ? സമ്പന്നൻ. ഇവിടെ സമ്പന്നൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞത് സമ്പത്തുള്ളവൻ. അവൻ മോശക്കാരനാണെന്ന് പറയുന്നില്ല. കാരണം സമ്പത്ത് എന്ന് പറയുന്നത് വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് ദൈവത്തിൻ്റെ ദാനമാണ്, അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ തന്നെ മനുഷ്യനോട് കർത്താവ് പറയുകയാണ്, നീ എന്ത് ചെയ്യും? അല്ലേ, ആദത്തിന് കൊടുത്ത ഒരു ശാപം അതായിരുന്നു, നീ മണ്ണിൽ അധ്വാനിക്കും, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും, അല്ലേ? അപ്പം ഭക്ഷിക്കും. അപ്പം അധ്വാനിക്കണമെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. വെറുതെ കിടന്ന് ഉറങ്ങാൻ നമുക്ക് അവകാശമില്ല, അല്ലെ? അധ്വാനിക്കണം, നമുക്ക് പറ്റാവുന്ന ജോലികൾ ചെയ്യണമെന്നുള്ളത് ആരുടെ കൽപ്പനയാണ്? ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ അധ്വാനിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലേക്ക് എന്ത് വരും? പണം വരും, അല്ലേ? സമ്പത്ത് വരും. അത് തീർച്ചയായിട്ടും വരും. അധ്വാനിക്കുമ്പോൾ കിട്ടുന്നതാണല്ലോ സമ്പത്ത്. അപ്പോൾ ആ സമ്പത്ത് മോശമാണ് എന്ന് കർത്താവ് എന്ത് ചെയ്തിട്ടില്ല? ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ഈ 12 പേരുടെ കൂട്ടത്തിൽ പണസഞ്ചി സൂക്ഷിക്കാൻ വേണ്ടി തന്നെ ഒരാളെ കർത്താവ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാരാണ്? യൂദാസ്, അല്ലേ? പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കാര്യങ്ങൾ നടക്കണ്ടേ? 12 പേര് പോകുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അവർക്ക് വെള്ളം കുടിക്കണം, എവിടെയെങ്കിലും താമസിക്കണമെങ്കിൽ, സത്രത്തിലോ എവിടെയെങ്കിലും കിടക്കണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ? വാടക കൊടുക്കണം. അപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. ആ 12 പേരിൽ ഇവിടുത്തെ ഖജാൻജി, ട്രഷറർ ആരായിരുന്നു? യൂദാസായിരുന്നു. അത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ സമ്പത്തെന്ന് പറയുന്നത് മോശമായ ഒരു കാര്യമല്ല. പക്ഷെ ഇവിടുത്തെ കർത്താവ് ഉദ്ദേശിക്കുന്ന സമ്പത്ത് എന്താണ്? ആ സമ്പത്തും മറ്റൊരു വചനവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനൊരു വചനം നിങ്ങൾ മത്തായി 5 കണ്ടിട്ടുണ്ടാകും. എന്താണ് വചനം? ആത്മാവിൽ പറഞ്ഞേ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്, അല്ലേ? ഇപ്പൊ നിങ്ങൾ വായിച്ചേ, ഇവിടെ എന്താ പറഞ്ഞത്? സമ്പത്തുണ്ടെങ്കിൽ എങ്ങോട്ട് പോവില്ല? സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. മത്തായി 5 പറഞ്ഞത് എന്താണ്? രണ്ടും കൂടെ കണക്ട് ചെയ്യണം. മത്തായി 5 നമ്മൾ കണ്ടത് എന്താണ്? ആത്മാവിൽ, പറയൂ, ആത്മാവിൽ ദരിദ്രരായവർ, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത്? സ്വർഗരാജ്യം കിട്ടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇതിന് തമ്മിലുള്ളൊരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ടിൻ്റെയും റിസൾട്ട് എന്താണ്? ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടായാൽ അവൻ എങ്ങോട്ട് പോകും? സ്വർഗരാജ്യത്തിൽ പോകും. മനസ്സിലോ? അത് കഴിഞ്ഞിട്ട് മർക്കോസിൽ പറയുകയാണ്, സമ്പത്തുള്ളവൻ എങ്ങോട്ട് പോവില്ല? പറയൂ, എങ്ങോട്ട് പോവില്ല? സ്വർഗത്തിൽ പോവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തമ്മിൽ എന്തോ ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ സമ്പത്ത് എന്നുള്ളത് ഈ മത്തായി 5 വെച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അല്ല, നമ്മുടെ FD അല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയല്ല, അല്ലേ? സമ്പത്തെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവത്തെക്കാൾ ഉപരിയായ എന്തെങ്കിലും നമ്മൾ പൊസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെക്കാൾ ഉപരിയായ എന്തെങ്കിലും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവൻ എന്ത് ചെയ്യില്ല? സ്വർഗരാജ്യത്തിൽ പോവില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവാശ്രയം ആവശ്യമില്ല. ഒരാൾ ചിന്തിക്കുകയാണ്, എനിക്ക് ആവശ്യത്തിന് പൈസയുണ്ട്,
എനിക്കും എൻ്റെ ഭാര്യയ്ക്കും നല്ല ജോലിയുണ്ട്, ഒരു തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന മുഴുവൻ ഞങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണ്ട? ആരെ വേണ്ട? ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ, അയാൾ ചിലപ്പോൾ കാശുള്ള ആളായിരിക്കും, കാശില്ലാത്തവനായിരിക്കും. ഇവിടെയുള്ള സമ്പത്തെന്ന് പറയുന്നത് ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സമ്പത്ത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദരിദ്രരായിട്ടുള്ള ആൾ എന്ത് ചെയ്യും? എപ്പോഴും എന്ത് ചെയ്യും? കൈ നീട്ടും, അല്ലേ? ഇപ്പൊ എനിക്ക് ദാരിദ്ര്യമാണെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളെ കാണുമ്പോൾ കൈ നീട്ടിട്ട് പറയും, എന്തെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞാൽ അവനെപ്പോഴും എന്തുണ്ട്? ഒരു പിടുത്തമുണ്ട്, അല്ലേ? ആരെയോ ഒരാളെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? പിടിച്ചിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആ ദാരിദ്ര്യത്തിൻ്റെ മനോഭാവത്തോടെ നിങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഒരു കൈ മുകളിൽ പിടിച്ചോണം. ആരെയാണ് നിങ്ങൾ പിടിക്കേണ്ടത്? ദൈവത്തെ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇരു കൈയിലും ഇഷ്ടം പോലെ കാര്യമുള്ളവന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൈ ഉയർത്തി പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റത്തില്ല, അല്ലേ? നിങ്ങൾ ഒരു ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ സാധനങ്ങളാണ്, അല്ലേ? ഈ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഒരു 10-25 ബിഗ് ഷോപ്പറുമായിട്ട് നിങ്ങൾ നിൽക്കുകയാണ്, അല്ലേ? നിങ്ങൾ തറയെ വെക്കാൻ പറ്റുന്നില്ല, കാരണം ആരെങ്കിലും ഇത് അടിച്ചുകൊണ്ട് പോകുന്നു വിചാരിച്ച് നിങ്ങളുടെ കയ്യിൽ ഇത് ഇരിക്കുകയാണ്, അല്ലേ? നിങ്ങൾ ഇതിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 2 കാലിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് KSRTC മിന്നലിനകത്ത് കയറിയാണ് പോകുന്നതെന്ന് വിചാരിക്കുക, പെട്ടെന്ന് ചെല്ലാൻ. മനസ്സിലാവുന്നുണ്ടോ? ആ മിന്നലിനകത്ത് കയറിയിട്ട് നമ്മളൊരു 15 ബിഗ് ഷോപ്പറുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അല്ലേ? നമ്മളെങ്ങും പിടിച്ചിട്ടില്ല, കാരണം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വേറെ ഒത്തിരി സാധനങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും വാങ്ങിച്ച തുണി, അല്ലേ? അടുക്കളയിലെ സാധനങ്ങൾ, ഓഫർ ഉണ്ടെന്ന് വിചാരിച്ച് ആവശ്യമുള്ളതെല്ലാം നമ്മൾ വാരി കൂട്ടിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ എല്ലാ ഓഫറുകളും പിടിച്ച് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പോഴാണ് മിന്നലി ഏട്ടൻ വേറൊരു ഇടിമിന്നലിനെ കണ്ടിട്ട് ഒരൊറ്റ ചവിട്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കയ്യിലിരുന്ന ബിഗ് ഷോപ്പറും എല്ലാം പോയിട്ട് നമ്മൾ ഫ്രണ്ടിൽ ചെന്നിട്ട് ആ ഡ്രൈവറോട്, ചേട്ടാ സുഖമാണോ എന്ന് ചോദിച്ചിട്ട് തിരിച്ചു വരേണ്ടതായിട്ട് വരും. മനസ്സിലാവണം? നമ്മുടെ തല പോയി കമ്പിക്കകത്തിടിക്കും. മനസ്സിലാവുന്നുണ്ടോ? നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു പിടുത്തം നിങ്ങൾ ആ കമ്പിക്കകത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ബ്രേക്ക് ചെയ്താലും ഇങ്ങനെ ഒന്നും ആടുന്നതല്ലാതെ നമ്മുടെ തല പോയി ഇടിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. കയ്യിലൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്രീ ആണ്. നമ്മൾ ആരെ കയറി പിടിക്കും? കർത്താവിനെ പിടിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് എന്തില്ല? നമുക്കൊരു ദൈവാശ്രയ ബോധം ഇല്ല. നമുക്ക് ദൈവമില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കർത്താവില്ലെങ്കിലും, അല്ലേ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ആത്മീയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല, കുമ്പസാരിക്കുന്നില്ല, എനിക്ക് എന്ത് സംഭവിച്ചു? വചനം പറയുന്നുണ്ട്, അല്ലേ? പാപം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു എന്ന് നീ പറയരുത്, കർത്തൃകോപം സാവധാനമേ വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? മിന്നലിനകത്ത് കയറി ആദ്യത്തെ 5 മിനിറ്റ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വണ്ടി അങ്ങോട്ട് സ്പീഡാവാൻ തുടങ്ങിയാൽ എത്രത്തോളം സ്പീഡിലേക്ക് പോകുന്നോ അത്രത്തോളം നീ പോയി വീഴാനുള്ള സാധ്യതയുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിൻ്റെ ദാരിദ്ര്യമാണ് നമുക്ക് വേണ്ടത്. മനസ്സിലാവുന്നുണ്ട്? ഈ സമ്പത്തല്ല. ഈ സമ്പത്തെന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ പറഞ്ഞു കാശല്ല. ദൈവത്തെക്കാൾ ഉപരിയായ എന്തെങ്കിലും നീ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ വചനം പറയുകയാണ്, നിനക്ക് സ്വർഗരാജ്യത്തിൽ കയറാൻ പറ്റില്ല. ചിലർക്ക് അവരുടെ ബിസിനസ് ദൈവത്തെക്കാൾ വലുതാണ്, ചിലർക്ക് അവരുടെ കുടുംബം ദൈവത്തെക്കാൾ വലുതാണ്. അപ്പോൾ വചനം പറയുകയാണ്, ഈ എന്താണോ ദൈവത്തെക്കാൾ ഉപരിയായ ഒരു ലഹരി നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്നത്. സങ്കീർത്തനം 39:11 ഒന്ന് എടുക്കാമോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 39-ാം അധ്യായം 11-ാമത്തെ തിരുവചനം എടുത്തേ. സങ്കീർത്തനങ്ങൾ 39-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചേ. പാപം നിമിത്തം, ഉറക്കെ വായിച്ചോ. പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചു വായിച്ചേ. പാപം നിമിത്തം മനുഷ്യനെ എന്ത് ചെയ്യുന്നു? അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവൻ ഏറ്റവും പ്രിയങ്കരമായതിനെ. മനസ്സിലാവുന്നുണ്ടോ? ചില ആളുകൾക്ക് ഏറ്റവും പ്രിയങ്കരം അവരുടെ ബിസിനസ്സാണ്. അതാണ് ചില ബിസിനസ്സുകൾ തകർന്ന് തരിപ്പണമായി പോകുന്നത്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ചിലർക്ക് അവരുടെ ബന്ധങ്ങൾ വളരെ വലുതാണ്, ദൈവത്തെക്കാളും വലുതാണ് അവരുടെ ബന്ധം. മനസ്സിലാവുന്നത്? ദൈവത്തെക്കാൾ വലുതാണ് മക്കൾ, ദൈവത്തെക്കാളും വലുതാണ് ജീവിത പങ്കാളി. ഒരിക്കലും വരരുത്. ദൈവത്തിൻ്റെ സ്ഥാനം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആകാശത്തിനും ഭൂമിക്കും കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അതാരുടെ നാമമാണ്? യേശുനാമം. അതിന് പകരം വേറെ ഒന്നുമില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതിന് പകരം ഒന്നുമില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് പകരം എന്ത് മാത്രമേ ഉള്ളൂ? പരിശുദ്ധ കുർബാന മാത്രമേ ഉള്ളൂ.
ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് പകരം ഒരു ജപമാല ചൊല്ലിയേക്കാന്ന് ചിന്തിക്കരുത്. പരിശുദ്ധ കുർബാനയ്ക്ക് പകരം എന്ത് മാത്രമേ ഉള്ളൂ? പരിശുദ്ധ കുർബാന. ആരാധനയ്ക്ക് പകരം എന്ത് മാത്രമേ ഉള്ളൂ? ആരാധന മാത്രം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമുക്ക് നമുക്കിപ്പോൾ ഇന്നിപ്പം നമുക്ക് സാമ്പാർ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പരിപ്പൂരി ഉണ്ടാക്കാം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കാൻ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കൊച്ചിയിൽ പോയി താമസിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബോംബെ പോയി താമസിക്കാം. പക്ഷേ ദൈവാരാധനയുടെ കാര്യത്തിൽ there is no compromise at all. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതിനൊരു പകരം വെക്കാനായിട്ടുള്ളൊരു സംവിധാനം ഇല്ല. ദൈവത്തിന് പകരം ആര് മാത്രമേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ. ഞങ്ങളെപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ അതിനെ ഒന്നും കൊണ്ടും പകരം വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് സമ്പത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യം ദൈവത്തിന് പകരം വെച്ചിട്ടുള്ളവൻ എന്ത് ചെയ്യില്ല? സ്വർഗത്തിൽ കയറുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ എന്ന് ആ സമ്പത്ത് ഉപേക്ഷിക്കുമോ? സമ്പത്ത് എന്ന് സൂചിപ്പിക്കുന്ന എന്താണ്? പൈസയെ പറ്റിയല്ലേ ഈ പറയുന്നത്, അല്ലേ? ചിലപ്പോൾ പൈസയാകാം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് കാശുണ്ടാക്കുന്നതാണ് വിശുദ്ധ കുർബാനയേക്കാൾ വലുത്. ചിലർക്ക് കാശുണ്ടാക്കുന്നതാണ് ബന്ധങ്ങളെക്കാൾ വലുത്. ദൈവത്തോടുള്ള ബന്ധം, മനുഷ്യരോടുള്ള ബന്ധത്തെക്കാൾ വലുത് ചിലർക്ക് പൈസ ഉണ്ടാക്കുന്നതാണ്, അല്ലേ? മുറിവേറ്റ് കിടക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എനിക്കെന്ത് കിട്ടും? അതാണ് എൻ്റെ ചോദ്യം. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? മരണാസന്നനായി കിടക്കുന്ന ഒരാളെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് വിടുമ്പോൾ അവനിൽ നിന്ന് എനിക്കെന്ത് കിട്ടും? ഇതാണ് നമ്മുടെ ചിന്തയെങ്കിൽ നമ്മൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പോവില്ല. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലേ? നിങ്ങളൊന്നും പ്രതിഫലം ആഗ്രഹിക്കാതെ വേണം ചെയ്യുവാനായിട്ട് എന്നാണ് വചനം. ഒന്നിനും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ വായ്പ പോലും കൊടുക്കരുത് എന്നാണ് വചനം പറയുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. വായ്പ കൊടുക്കരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ എന്ത് ചെയ്യരുത്? വായ്പ കൊടുക്കരുത്. മനസ്സിലാവണം? തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ വായ്പ കൊടുക്കരുത്. അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു വചനമാണത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ആ വചനത്തെ എടുത്തോളാം. ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ അതെന്ന് തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുക. അതിനപ്പുറത്ത് നിങ്ങൾ ആ വചനം ജീവിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ വചനം നിങ്ങൾ പാലിച്ചാലുണ്ടല്ലോ. അപ്പോൾ അത് യാദൃച്ഛികമായിട്ട് പറഞ്ഞൊരു വചനമാണ്. ആ വചനം നിങ്ങൾ പാലിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എത്രയാണോ ഒരാൾക്ക് കൊടുത്തത് അതിൻ്റെ ഇരട്ടി നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഒരാൾ എൻ്റെ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിച്ചു. അപ്പോൾ ഞാൻ എന്നോട് ഒരു അവധി പറഞ്ഞു, അല്ലേ? അങ്ങനെ പറഞ്ഞ് ഒരു 6-7 മാസം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായി ഈ കാര്യം എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട്. മനസ്സിലാവും? ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നം പൈസ തരാത്തതല്ല, മറിച്ച് എന്നോട് അത്രയും ഹൃദയടുപ്പുണ്ടായിരുന്ന ഒരാൾ എന്നെ കബളിപ്പിച്ചു എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അല്ലേ? ഇയാൾ നമ്മളെ പറ്റിച്ചു, അല്ലേ? ഇച്ചിരി പൈസ തരാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തേനെ. പക്ഷേ എന്നെ കബളിപ്പിച്ചല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഈ വചനം എൻ്റെ തലയിലേക്ക് വന്നത്. അതായത് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ എന്ത് ചെയ്യരുത്? വായ്പ കൊടുക്കരുത്. തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ വായ്പ കൊടുക്കരുത്. അപ്പം ഞാൻ ഈ വചനം ഇങ്ങനെ ചിന്തിച്ചു, അല്ലേ? അപ്പോൾ ആദ്യമൊക്കെ നമുക്കിത് പ്രയാസമാണ്, കാരണം പൈസയുടെ കാര്യം വരുമ്പോൾ ഭയങ്കര പ്രയാസമാണ്, അല്ലേ? നമുക്കിതൊരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും. വചനമൊക്കെ അങ്ങനെ കിടക്കും, പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ പൈസയ്ക്ക് പൈസ വേണ്ടേ? അപ്പോൾ നമുക്ക് ഇത് ആരോഗ്യം തരുന്നതാണ്, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുന്നതാണ്. മാത്രമല്ല എനിക്ക് ആ സമയത്ത് ഒരു അത്യാവശ്യം ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കാനായിട്ട് ഈ പൈസ വേണം. എനിക്ക് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഞാനൊരു പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചേച്ചിയുടെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടൊരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ പൈസ ഈ വ്യക്തിയോട് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻറ്റൻസീവായിട്ടുള്ള ആവശ്യം വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് ഈ പുള്ളി ഫോൺ എടുക്കുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, അല്ലേ? അപ്പം ഞാൻ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വേറൊരാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ പറഞ്ഞ ചേട്ടൻ അവിടെ ഉണ്ടോ? അപ്പോൾ അവനോട് വിളിച്ച് ചോദിച്ചാൽ ഉണ്ടല്ലോ. അപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല. അല്ല എന്താ കാര്യം, ഞാൻ എന്തെങ്കിലും സംസാരിക്കണോ? അപ്പം പറഞ്ഞു ഇത്രയേ ഉള്ളൂ, അതായത് ഞാൻ എൻ്റെ നിന്ന് ഇച്ചിരി പൈസ കടം വാങ്ങിച്ചിരുന്നു. എനിക്കിപ്പോൾ വളരെ എമർജൻസി ആയിട്ട് ഒരു ഓപ്പറേഷനുമായിട്ട്, എനിക്കല്ല, എൻ്റെ പള്ളിയിലുള്ളൊരു ചേച്ചിയാണ്, അവർക്ക് വളരെ പാവപ്പെട്ട ആളുകളാണ്. അപ്പം അങ്ങനെ പള്ളിയിലൊക്കെ പിരിവൊക്കെ എടുത്ത ഒരു ഓപ്പറേഷൻ, അപ്പോൾ എന്നാലും ഇത്രയും രൂപ കുറവുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്കൊരാൾ കടം തരാനുണ്ടല്ലോ, അല്ലേ? അപ്പം ഞാൻ ചോദിക്കുമ്പോൾ തരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഈ ചേട്ടൻ എന്നോട് പറയാണ്, അച്ഛാ ആ പൈസ അച്ഛൻ മറക്കുന്നതാണ് നല്ലത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു അതെങ്ങനെ മറക്കും? അത് മറക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, എനിക്ക് പക്ഷേ ഈ ഓപ്പറേഷൻ ഈ ചേച്ചിയെ സഹായിച്ചേ പറ്റൂ. അടിയന്തരമായിട്ട് ഓപ്പറേഷനാണ്, അപ്പോൾ അതുകൊണ്ട് ഈ പൈസ കിട്ടിയേ പറ്റൂ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ആദ്യത്തെ സംഭവം അല്ല ചാ, അല്ല, ഇദ്ദേഹം പലരുടെ കയ്യിൽ നിന്നും ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട്.
അച്ഛനത് കൊടുക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലൊരു വേദന തോന്നിയിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി, ദൈവമേ എന്നെ പറ്റിച്ചല്ലോ ഇയാൾ, അല്ലേ, എന്നോട് ഇച്ചിരി പൈസ തരുമോ, എനിക്ക് തിരിച്ചു തരാനില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത്രയും കൊടുക്കത്തില്ല എങ്കിലും നമ്മൾ കുറച്ചെങ്കിലും കൊടുത്തേനെ, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയേനെ. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്ന സമയത്ത് എനിക്ക് ഈ വചനം പെട്ടെന്ന് എൻ്റെ തലയിലേക്ക് വന്നിട്ട്, വചനം ഇങ്ങനെയാണ്, തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വായ്പ കൊടുക്കരുത്, അങ്ങനെ വചനമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വായിച്ചപ്പോഴും നമുക്കൊരു മനസ്സമാധാനമില്ല, വചനമൊക്കെ അങ്ങനെ കിടക്കും, പക്ഷേ ഈ പൈസ കിട്ടണ്ടേ. നിങ്ങൾക്കറിയാമോ, ഞാൻ ആ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ, അങ്ങനെ ഒരാളല്ല ഞാൻ, എങ്കിലും എനിക്ക് എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഒരു പോസിറ്റീവായിട്ടൊരു ചിന്ത വന്നിട്ട് പറഞ്ഞു, അല്ലേ ഇത് കർത്താവ് അപ്പോൾ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ആ വചനം ഇപ്പോൾ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, കർത്താവേ അത് പോട്ടെ, കാരണം ഇനിയിപ്പോൾ കിട്ടത്തില്ല, അപ്പോൾ പിന്നെ പോട്ടെ എന്ന് ചിന്തിക്കാനേ പറ്റത്തുള്ളൂ. എൻ്റെ മിടുക്കൊണ്ട് ഇതല്ല, നമ്മൾ പോക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചിന്തയാണ്, അപ്പോൾ ഇത് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനിത് ചിന്തിക്കുന്നത് രാത്രി ഒരു 9:30 അന്ന് രാത്രി 11:00 എൻ്റെ അക്കൗണ്ടിൽ ഞാൻ എത്രയാണോ അയാൾക്ക് കൊടുത്തത് അതിൻ്റെ ഡബിൾ. മനസ്സിലാവുന്നുണ്ട്? ഞാൻ വെറുതെ പറയല്ലേ, കുർബാനയ്ക്ക് മുമ്പിൽ നിന്നും എൻ്റെ ഒരു സാക്ഷ്യമാണത്. നമ്മൾ പലപ്പോഴും നമുക്ക് പല ദൈവാനുഗ്രഹങ്ങളും കിട്ടാത്തത് നമ്മൾ ഈ പലത് എന്ത് ചെയ്യാണ്, പിടിച്ചു വച്ചിരിക്കുകയാണ്. ഈശോ പറഞ്ഞത് എന്താണ്, നിങ്ങൾക്ക് ദാനമായി കിട്ടി ദാനമായി തന്നെ കൊടുക്കും. ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയപ്പോൾ അതിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോയ്ക്ക് കൊടുത്ത് 1.5 രൂപ കിട്ടിയിട്ടില്ല, അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? 2016 ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു ശനിയാഴ്ച ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ എനിക്ക് തരേണ്ട ബാലൻസ് 8 രൂപ തന്നിട്ടില്ല. 8 രൂപയ്ക്ക് തിരിക്കുകയാണ്. അത് 8 രൂപയുടെ അത്രയുള്ളോ നീ? മരിച്ചുപോയ അപ്പൻ എനിക്ക് 2 സെന്റ് കൂടുതൽ ചേട്ടന് കൊടുത്തു, 2 സെന്റിന്റെ അത്രയുള്ളോ നീ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, നമുക്ക് വിലയിടുന്നത് ആരാണ്? നമ്മളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ല, എല്ലാവരും പറഞ്ഞേ, നമുക്ക് വിലയിടുന്നത് ആരാണ്? നമ്മളാണ്. ഞാൻ പണ്ട് ഡാനിയേൽ അച്ഛൻ്റെ ഒരു ടോക്ക്, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് 2012-13 കാലഘട്ടങ്ങളിലാണ്. അച്ഛനൊരിക്കൽ ഒരു പ്രസംഗത്തിനിടയിൽ ഇങ്ങനെ യൂദാസിനെ പറ്റി പ്രസംഗിക്കുകയാണ്. യൂദാസിനെ പറ്റി. അപ്പോൾ യൂദാസ് ഈ ഒറ്റിക്കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവം ചോദിക്കുകയാണ്, യൂദാസെ, നീ ക്രിസ്തുവിനിട്ട വില എത്രയാണ്? യൂദാസ് ക്രിസ്തുവിനിട്ട വില? 30 വെള്ളിക്കാശ്. യൂദാസിനോട് കർത്താവ് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാ നിൻ്റെ വീട്ടിൽ? അവൻ പറയണ, എൻ്റെ ഭാര്യ. അങ്ങനെയെങ്കിൽ നിൻ്റെ ഭാര്യയ്ക്ക് നീ ഇടുന്ന വില എത്രയാണ്? ദൈവത്തിനിട്ട വില എത്ര? 30. അതിനപ്പുറത്തേക്ക് ഇനി പോകാൻ പറ്റത്തില്ലല്ലോ. യൂദാസ് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഇടുന്ന വില 20. യൂദാസ് പറയുകയാണ്, ഓക്കെ, അങ്ങനെയെങ്കിൽ നിൻ്റെ മൂത്ത മകന് നീ ഇടുന്ന വില എത്ര? ഭാര്യയ്ക്ക് ഇട്ടതിനേക്കാൾ കൂടുതൽ ഇടാൻ പറ്റത്തില്ലല്ലോ. പറയാണ് 15. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കൊച്ചിനിടുന്ന വില എത്ര? 10. മാതാപിതാക്കൾക്കിട്ട വില എത്ര? 5. അവസാനം കർത്താവ് ദൈവം യൂദാസിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ യൂദാസേ, നീ നിനക്കിടുന്ന വില എത്രയാണ്? എല്ലാവർക്കും വിലയിട്ടു. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് ഇട്ടത് എത്ര ആയിപ്പോയി? 30 ആയിപ്പോയി. ഇനി അതിനേക്കാൾ പൊങ്ങാൻ പറ്റില്ല, അതിന് താഴെ ഇനി പിടിക്കാൻ പറ്റും. യൂദാസിന് ഇത്ര ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് യൂദാസ്, അവനിലൊരു വിലയും കണ്ടില്ല. അവനിട്ട വില എത്രയാണ്? 0. ആ 0 വിലയുള്ളത് കൊണ്ടാണ് അവൻ പോയി ആത്മഹത്യ ചെയ്തത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മളാണ് നമുക്ക് വിലയിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? നമ്മളെപ്പറ്റി ബൈബിൾ പറയുന്നത് എന്താണ്? യെശയ്യായിൽ പറയുകയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനുമാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ മൂല്യം എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, നമ്മുടെ വില എത്ര? കിഡ്നിക്ക് ഒരു 2 ലക്ഷം രൂപ കിട്ടുമായിരിക്കും, ഹാർട്ടിന് ഒരു 10 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. അങ്ങനെ എല്ലാം കൂടെ കണക്ക് കൂട്ടിയാലും ഒരു 45 ലക്ഷത്തിന് മേളിൽ പോകാൻ സാധ്യതയില്ല നമ്മൾ വിലയിട്ടാൽ. പക്ഷേ വചനം നമ്മളെപ്പറ്റി പറയുകയാണ്, നീ എനിക്ക് അമൂല്യനാണെന്ന് പറഞ്ഞാൽ നിനക്ക് വിലയിടാൻ പറ്റിയിട്ടില്ല. ദൈവം സൃഷ്ടിച്ചവരാണ് നമുക്കിതുവരെ ദൈവം. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മളൊരു പാഴ് ജന്മമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് പ്രിയമുള്ളവരെ, അത് വചനവിരുദ്ധമാണ്. എനിക്കൊന്നും ചെയ്യാനില്ല, ഞാനൊരു മോശക്കാരനാണ്, ഞാൻ രക്ഷപ്പെടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ബൈബിളിനെതിരാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനെതിരാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ.
അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളിടുന്ന വില അത് അമൂല്യമായ വിലയാണ് എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അല്ലേ? നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനുമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എടുക്കാമോ? യെശയ്യാ പ്രവചനം 41 അധ്യായം. എടുത്ത് യെശയ്യാ പ്രവചനം 41 അധ്യായം. 41 അധ്യായം പെട്ടെന്നെടുത്ത്. യെശയ്യാ 41:8 മുതലുള്ള തിരുവചനം ഉച്ചത്തിൽ വായിക്കണം. വായിക്കാമോ? ഉറക്കം വായിക്കുമ്പോൾ ഉറക്കം പോവും, അതുകൊണ്ട് ഉറക്കം വായിക്കാൻ പറയുന്നത്. വായിച്ചേ, ഉറക്കം വായിച്ചേ. എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. അടുത്ത വചനം വായിച്ചേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം വിലപ്പെട്ടവരാണെന്നാണ് വചനം ഓർപ്പിക്കുന്നത്, അല്ലേ? വിദൂര ദിക്കുകളിൽ നിന്ന് എന്ത് ചെയ്തു? കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു, കൺമുമ്പിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ അന്വേഷിച്ച് കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. മനസ്സിലാവുണ്ട്. ജീവിതം മടുത്തു എന്നൊരു വാക്ക് നിന്റെ നാവിൻ തുമ്പിൽ നിന്ന് പറയാൻ പാടില്ല. അത് വചന വിരുദ്ധമാണ്. ഈ ജീവിതം എനിക്ക് മടുത്തു എന്ന് പറയരുത്. വിദൂര ദിക്കുകളിലേക്ക് നടന്നു വന്ന് കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തു. നിങ്ങൾക്കറിയാമല്ലോ, സമരിയാക്കാരി സ്ത്രീയെ കർത്താവ് കണ്ടുമുട്ടുന്നുണ്ട്. എവിടെയാണ്? യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ, അല്ലേ? സമരിയ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ് സമരിയാക്കാരി കർത്താവ് കണ്ടുമുട്ടുന്നത്. ഒരിക്കലും കർത്താവിന് അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. അവൻ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഏകദേശം 40 കിലോമീറ്ററോളം ദൂരം വഴിമാറി നടന്നിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ കർത്താവ് ആ കിണറ്റിൻ്റെ കരയിൽ വെച്ച് കണ്ടുമുട്ടിയത്. ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തി എടുക്കാൻ 40 കിലോമീറ്ററാണ് അവൻ വഴിമാറി നടന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നു? അങ്ങനെ വഴിമാറി നടന്നിട്ടാണ് അവൻ പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു, വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കിണറ്റിൻ്റെ കരയിലിരുന്നിട്ട് വെള്ളം കോരാൻ വന്ന സമരിയാക്കാരി സ്ത്രീയെ കർത്താവ് എന്ത് ചെയ്തു? അവളുടെ പാപകരമായ ഒരു ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളെ തേടി വരുന്ന ഒരു ദൈവമുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ കൺമുൻപിൽ ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും നിന്നെ അന്വേഷിച്ച കർത്താവ് എന്ത് ചെയ്തു? നിന്റെ അടുത്തേക്ക് വന്നു. നിന്റെ അടുത്തേക്ക് വന്നു. നിന്റെ അടുത്തേക്ക് കർത്താവ് വരികയാണ്. അപ്പൊ നമ്മൾ പറയുകയാണ്, നമുക്കിത് മടുത്തു, നമുക്കിത് പറ്റുന്നില്ല. അൾത്താരയ്ക്ക് മുമ്പിൽ നിന്നെ യോജിപ്പിച്ചൊരു ദൈവമുണ്ട്. അപ്പൊ നീ പറയുകയാണ്, എനിക്ക് ഈ ബന്ധത്തിൽ തുടരാൻ പറ്റില്ല. കാരണങ്ങൾ 100 ഉണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാരണങ്ങൾ 100 ഉണ്ട്. വിവാഹ മോചനത്തിലേക്ക് പോകാൻ കാരണങ്ങൾ 100 ഉണ്ട്. പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ഇത് യോജിപ്പിച്ചത് ആരാണ്? കർത്താവാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുണ്ട്? വഴക്കുണ്ടാക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ സ്നേഹത്തോടെ ഇരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം എന്താണ്? നമ്മുടെ എല്ലാവരുടെയും പിതാവ് ഒരുവനാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും പിതാവ് ഒരുവൻ മാത്രം. അതാരാണ്? ആബാ, പിതാവേ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, അല്ലെ? വിദൂര ദിക്കുകളിൽ നിന്ന് ആര് നമ്മെ തെരഞ്ഞെടുത്തു? ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. അടുത്ത ആളില്ലാഞ്ഞിട്ടല്ല. മനസ്സിലാവുന്നുണ്ട്? അടുത്ത ആളില്ലാഞ്ഞിട്ടല്ല. നിന്റെ സൗന്ദര്യം കണ്ടോ, നിന്റെ കഴിവ് കണ്ടോ, നിന്റെ തറവാട് മഹിമ കണ്ടോ അല്ല കർത്താവ് നിന്റെ അടുത്തേക്ക് വന്നത്. മറിച്ച് കർത്താവ് അടുത്തേക്ക് വന്നില്ലെങ്കിൽ നിന്റെ ആയുസ് നീളില്ല എന്ന് കരുതി കർത്താവ് നിന്റെ അടുത്തേക്ക് വന്നു. സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട്. വചനം ഇങ്ങനെയാണ്: കർത്താവ് എന്നെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുണ്ട്? ഞാൻ കർത്താവ് എന്നെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ പണ്ടേ എവിടെ എത്തുമായിരുന്നു? മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മൾ ഈ ജീവിതം മടുത്തെന്ന്. എന്തോരം വചന വിരുദ്ധമാണെന്നറിയാമോ അത്? മനസ്സിലാവുണ്ട്? കർത്താവിന്റെ ഹൃദയത്തെ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കീറി മുറിക്കുന്നതിന് തുല്യമാണ് ഒരു വ്യക്തി അത് പറഞ്ഞാൽ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പറയരുത്. മനസ്സിലാവുന്നുണ്ടോ? നൽകപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അസ്വസ്ഥപ്പെടരുത്. കർത്താവ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കർത്താവിന് അറിയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ വരില്ല. കർത്താവ് അറിയാതെ ഒരു മുടിയുടെ കറക്കുകയോ വെളുക്കുകയോ താഴെ പോവുകയോ ചെയ്യുന്നില്ല. നിന്റെ കണ്ണീർ കണങ്ങൾ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതെത്ര കുപ്പി വേണ്ടി വന്നാലും കർത്താവ് അത് ശേഖരിച്ചു വെക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എന്തിനാണ് കർത്താവ് ഈ കണ്ണീർ കണങ്ങൾ സൂക്ഷിച്ചു വെച്ചതെന്ന്? എന്തിനു വേണ്ടിയിട്ടാണ്? അല്ല, അങ്ങനെ ഒരു വചനമുണ്ട്, അല്ലേ? കേട്ടിട്ടുണ്ടോ? നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, അല്ലെ? നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ കുപ്പിയിൽ കണ്ണീർ വന്നതിന് എന്തുണ്ട്? രണ്ട് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ഞാൻ ആ വചനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, കർത്താവ് എന്തിനാണ് ദൈവമേ ഈ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ? എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞിരിക്കുന്ന വചനത്തിലെ കാര്യങ്ങൾ സാഹിത്യപരമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാനത് അതുപോലെ തന്നെ, അങ്ങനെയാണ് ഡാനിയേൽ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്, അത് അതുപോലെ തന്നെ വിശ്വസിക്കണമെന്നാണ്. അതേപോലെ വിശ്വസിക്കും. ചെറുന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് ലാസറിനെ 4-ാം ദിവസം ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ആ 4-ാം ദിവസം അഴുകിക്കിടന്നവനെ ഉയർപ്പിച്ചു എന്ന് തന്നെയാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, കർത്താവ് അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും. നോ, അങ്ങനൊന്നുമല്ല, അങ്ങനെ തന്നെ. നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാമോ? അല്ലെ, കണ്ണീർ കണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നീ ഒഴുക്കിയ മുഴുവൻ കണ്ണുനീരിനും ഒരു കണക്കുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ, പാലൊക്കെ നമ്മൾ അളന്നു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു പാത്രത്തിലോ കുപ്പിയിലോ അളന്നല്ലേ കൊടുക്കുന്നത്? വെറുതെ ഒഴിച്ച് 2 ലിറ്റർ ഉണ്ട് അങ്ങനെയാണോ? അല്ല, അതിനൊരു അളവുണ്ട്. അപ്പൊ ഈ കുപ്പി എന്ന് സൂചിപ്പിക്കുന്ന എന്താണ്? നീ എത്രമാത്രം കണ്ണീരൊഴുക്കി എന്നുള്ളതിന് എവിടെ കണക്കുണ്ട്? സ്വർഗത്തിൽ. മനസ്സിലാവുണ്ട്? രാത്രിയുടെ യാമങ്ങളിൽ തലങ്ങണ ചേർത്ത് വെച്ച് നമ്മൾ കരഞ്ഞത് കൂടെയുള്ള ഭർത്താവോ ഭാര്യയോ അറിഞ്ഞിട്ടില്ല, അപ്പുറത്ത് മുറി കിടക്കുന്ന മക്കൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ അതാരറിഞ്ഞിട്ടുണ്ട്? പറയൂ, ആരറിഞ്ഞിട്ടുണ്ട്? എന്ന് പറഞ്ഞാൽ ആരും പറയാതെ, ആരും കാണാതെ നീ ഒഴുക്കിയ കണ്ണുനീര് പോലും കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനൊരു അളവുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗത്തിൽ അതിനൊരു അളവുണ്ട്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, അതെന്തിനാ കുപ്പിയിൽ ശേഖരിച്ചു വെച്ചതിന്റെ രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാമോ? ഈ കുപ്പിയിൽ ശേഖരിച്ചു വെച്ചതിനൊക്കെ നീ ചെയ്ത കാര്യത്തിനും നീ ഒഴുക്കിയ കണ്ണുനീരിനും കണക്കുണ്ട്. പക്ഷേ അതിന് പരിഹാരമായി കർത്താവ് ഒഴുക്കിയ രക്തത്തിന് കണക്കില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നീ ഒഴുക്കിയ കണ്ണുനീരിന് എന്തുണ്ട്? കണക്കുണ്ട്. പക്ഷേ അതിന് പരിഹാരമായിട്ട് കർത്താവ് ചിന്തിയ രക്തത്തിന് എന്തില്ല? കണക്കില്ല. മനസ്സിലാവുണ്ട്? അത് ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനൊരു വിശുദ്ധ കുർബാന അർപ്പിച്ചാലും ആ രക്തം എന്ത് ചെയ്യുകയാണ്? പറയൂ, എന്ത് ചെയ്താണ്? ഒഴുകാണ്. കർത്താവിന്റെ മുറിവിൽ അല്പം മരുന്ന് പുരട്ടാൻ കർത്താവിന് 2000 വർഷമായിട്ടും ഇതുവരെ സാധിച്ചിട്ടില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുണ്ടോ? 2000 വർഷമായിട്ടും ഈ മുറിവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാൽവരി മലയിൽ ഉണ്ടായ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തിന്റെ മിനിമം 13 ഓൾട്ടറുകളിൽ, അൾത്താരകളിൽ ഓൾ അറൗണ്ട് ദ ഗ്ലോബിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്? പരിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് കർത്താവിന്റെ മുറിവ് എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ആ മുറിവിൽ അല്പം ബീറ്റാഡിൻ പുരട്ടാൻ കർത്താവിന് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. അതായത് ഒരു കുർബാന കഴിഞ്ഞ് ആ മുറിവൊന്ന് പൊട്ടി ഒഴുകി എന്നാൽ പിന്നെ ഇത്തിരി മരുന്ന് വെച്ചേക്കാന്ന് വിചാരിക്കുമ്പോൾ അമേരിക്കയിൽ ഏതെങ്കിലും ഒരു അൾത്താരയിൽ മറ്റൊരച്ഛൻ ഒരു കുർബാന ആരംഭിച്ചിട്ടുണ്ട്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കണ്ണുനീര്, നീ ഒഴുക്കിയ കണ്ണുനീരിന് കണക്കുണ്ട്. പക്ഷേ ആ കണ്ണുനീര് ശാന്തമാക്കാൻ, ആ കണ്ണുനീരിനെ സുഖപ്പെടുത്താൻ ദൈവം ഒഴുക്കിയ രക്തത്തിന് എന്തില്ല? അതിനെ നമുക്കൊരു കുപ്പിക്കണക്കിൽ പറയാൻ പറ്റില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവും? അതിനെ ഒരു കുപ്പിക്കണക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒഴുക്കിയ മുഴുവൻ കണ്ണുനീരിനും നീ ചിന്തിയ സകല നെടുവീർപ്പുകൾക്കും സ്വർഗത്തിൽ കണക്കുണ്ട്. നിന്റെ ഭർത്താവ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നിന്റെ ഭാര്യ കണ്ടിട്ടില്ല, നിന്റെ ജീവിത പങ്കാളി കണ്ടിട്ടില്ല, നിന്റെ മക്കൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് മുഴുവൻ ആര് കണ്ടിട്ടുണ്ട്? കർത്താവ് കണ്ടിട്ടുണ്ട്. നിന്റെ അലച്ചിലുകൾ മുഴുവൻ ആരെണ്ണിയിട്ടുണ്ട്? കർത്താവ് എണ്ണിയിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുണ്ടോ? നിന്റെ അലച്ചിലുകൾ മുഴുവൻ, നീ അങ്ങോട്ടോടിയതും ഇങ്ങോട്ടോടിയതും, നീ കരഞ്ഞുകൊണ്ട് ചാടിയതും, നീ നൊന്തതും, നീ വേദനിച്ചതും, നീ എന്താണ് ഉള്ളി അരിയുമ്പോൾ നിന്റെ കണ്ണ് നിറഞ്ഞതും കൈ മുറിഞ്ഞതും മുഴുവൻ ആര് കണ്ടിട്ടുണ്ട്? പറയൂ, ആര് കണ്ടിട്ടുണ്ട്? കർത്താവ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഉഴവുചാല് തീർത്തതുപോലെ അവന്റെ മുതുകിൽ പട്ടാളക്കാർ ആഞ്ഞടിച്ചപ്പോൾ അവിടെ നിന്ന് പൊട്ടിയൊഴുകിയ രക്തത്തിന്റെ കണക്ക് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ രക്തത്തിന്റെ കണക്ക് എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ പൊട്ടി ഒഴുകുന്നൊരു മുറിവിന് മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത്. യെശയ്യാ 53:5 അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി മാറി. പറഞ്ഞ വചനം പറഞ്ഞേ, അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. പറഞ്ഞേ, അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അല്ലെ, നമ്മുടെ മുറിവ് അവന്റെ മുറിവിനകത്തേക്ക്
കയറിപ്പോയി. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് എന്തായി മാറി? രക്ഷയായി മാറി. നമ്മുടെ ശിക്ഷകൾ മുഴുവൻ ആരെണ്ണിട്ടുണ്ട്? കർത്താവ് എണ്ണിട്ടുണ്ട്. നിന്റെ കണ്ണീർ കണങ്ങൾ മുഴുവൻ കർത്താവ് എണ്ണിട്ടുണ്ട്. നീ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ നീ ഓടിയതും നീ തപിച്ചതും നീ വേദനിച്ചതും നീ മുറിവേറ്റതും നീ തെറ്റിദ്ധരിച്ചതും നീ വീണുപോയതും നീ അടർന്നു പോയതുമെല്ലാം കർത്താവ് എണ്ണിയിട്ടുണ്ട്. പക്ഷെ കർത്താവിന്റെ മുതുകിൽ ഉഴവുചാൽ തീർത്തപ്പോൾ അതിൽ നിന്ന് ആ ചാലുവെട്ടിയതുപോലെ ഒഴുകിയ രക്തത്തിന് ഇതുവരെയും ആരുടെയും കയ്യിൽ കണക്കില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, ഈ കണക്ക് മുഴുവൻ കർത്താവ്, നമ്മുടെ കണക്ക് മുഴുവൻ കർത്താവിന്റെ കയ്യിലുണ്ട്. വിദൂരങ്ങളിൽ നിന്ന് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അവൻ അമൂല്യമായി കണക്കാക്കുകയാണ്. മനസ്സിലുണ്ടോ? ഏറ്റവും അമൂല്യമായി കർത്താവ് നമ്മളെ കണക്കാക്കുകയാണ്. നമ്മൾ അത്രയും വിലപ്പെട്ടവരാണ് എന്നാണ് കർത്താവ് പറയുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. എടുക്കാമോ? യെശയ്യാ 43-ാം അധ്യായം. യെശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായം. വളരെ അനുഗ്രഹം നിറഞ്ഞ ചില വചനങ്ങളാണ്. അത് ഉച്ചത്തിൽ നമ്മളൊന്ന് വായിക്കുകയാണ്. യെശയ്യാ 43-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം വായിച്ചേ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഉറക്കെ വായിക്കൂ. ഇസ്രായേലെ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അടുത്ത വചനം എന്താണ്? നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ പറയൂ, നീ എന്റേതാണ്. പറഞ്ഞ യു ആർ മൈൻ. മനസ്സിലാവുന്നുണ്ട്? നീ ആരുടേതാണ്? നീ എന്റേതാണ്. അമ്മയെ ഉപേക്ഷിച്ചോ? സാരമില്ല, നീ എന്റേതാണ്. ഭർത്താവ് നിന്നെ പെരുവഴിയിലാക്കിയോ? സാരമില്ല, നീ എന്റേതാണ്. മക്കൾ നിന്നെ വൃദ്ധസദനത്തിലേക്ക് എറിഞ്ഞോ? പേടിക്കണ്ട, നീ എന്റേതാണ്. മനസ്സിലാവുന്നുണ്ടോ? കൂടെ നിൽക്കുന്നവർ അറിയില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുകയാണ്, നീ എന്റേതാണ്. അല്ലേ? വായിച്ചേ, നീ എന്റേതാണ്. അടുത്ത വചനം വായിച്ചേ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. വായിച്ചേ. നിന്റെ മോചന ദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. അടുത്ത വചനമാണ് നല്ല വചനം. വായിച്ചേ, 4-ാമത്തെ വചനം. അത് കാണാൻ പഠിച്ചോണം. യെശയ്യാ 43:4 വായിച്ചേ. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമായതുകൊണ്ട്. നീ എനിക്ക് ആരാണ്? വിലപ്പെട്ടവൻ. അല്ലേ? നീ എനിക്ക് വിലപ്പെട്ടവനാണ്. നീ വിലയില്ലാത്തവനല്ല. നമ്മൾ കർത്താവിന്റെ മുമ്പിൽ വിലയില്ലാത്തവരല്ല. നമ്മുടെ വില നിർണയിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ആരാണ്? നമ്മൾ വിലപ്പെട്ടവരാണ്. വായിച്ചേ. നീ എനിക്ക് വിലപ്പെട്ടവനാണ്. അടുത്തത്, നീ എനിക്ക് ബഹുമാന്യനാണ്. നീ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, പക്ഷെ കർത്താവ് പറയാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്. അതാണ് വചനം പറഞ്ഞത്. മനുഷ്യര് നിന്നെ ബഹുമാനിക്കില്ല. മക്കൾ നിന്നെ ബഹുമാനിച്ചു എന്ന് വരില്ല. നാട്ടുകാരോ പള്ളിക്കാരോ നിന്നെ ബഹുമാനിച്ചു എന്ന് വരില്ല. നിന്നെ ആരൊക്കെ അപമാനിച്ചാലും വചനം പറയുകയാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്. നിനക്ക് സൗന്ദര്യം കുറവാണോ? സാരമില്ല, നീ എനിക്ക് ബഹുമാന്യനാണ്. നിനക്ക് കഴിവ് കുറവാണോ? നീ എനിക്ക് ബഹുമാന്യനാണ്. നിനക്ക് എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടോ? നീ എനിക്ക് ബഹുമാന്യനാണ്. നിനക്ക് ഏതെങ്കിലും ശാരീരിക വൈകല്യമുണ്ടോ? നീ എനിക്ക് ബഹുമാന്യനാണ്. മനസ്സിലാവുന്നുണ്ടോ? വചനം പറയാണ്, നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട്. അടുത്ത വചനം വായിച്ചേ. നിനക്ക് പകരമായി മനുഷ്യരെയും നിനക്ക് ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന ഒരു വചനമാണ് ഏത് വചനം? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ. ഏറ്റവും കൂടുതൽ ബൈബിളിൽ ഉള്ള ഒരു വചനമാണ് ഏത്? ഭയപ്പെടേണ്ട, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? ഈശോ ചോദിച്ചതാണ്. കാറ്റും കടലും കടലിൽ കാറ്റുണ്ടായപ്പോൾ, തിരമാല ഉണ്ടായപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? മനസ്സിലുണ്ടോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആരൊക്കെ ഉപേക്ഷിച്ചാലും, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വഴിയിലൂടെ, ഒരു വരയിലൂടെ ജീവിതം പോകുന്നില്ല എന്ന് കണ്ടാലും നിങ്ങൾ ഭയപ്പെടേണ്ട. വചനം പറയുകയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. മനസ്സിലുണ്ടോ? ഒരാൾ പറയുകയാണ്, എനിക്കൊരു വിലയില്ല, ഞാനിവിടെ വെറുതെ ജീവിക്കുകയാണ്, എനിക്ക് ആരും ഒരു വില തരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു മൃഗത്തിന്റെ വില പോലും എനിക്ക് വീട്ടിലില്ല, ഞാനൊരു മൃഗത്തെ പോലെ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്, എനിക്കൊരു വില തരുന്നില്ല. അവരോട് വചനം പറയുകയാണ്, യെശയ്യാ 43:4 അങ്ങനെ പറയരുത്. മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചൊരു ദൈവം, മനസ്സിലാവുണ്ടോ? കൈക്കുമ്പിളിൽ സമുദ്രത്തെ അളന്നെടുക്കുന്നവൻ, വെള്ളിക്കോലിൽ പർവ്വതത്തെ അളന്നെടുക്കുന്ന ഒരു അതുല്യനായ ദൈവം, ഒരു സർവശക്തനായ ദൈവം, ഒരു സർവാധിപനായ ദൈവം, ഒരു അത്യുന്നതനായ ദൈവം നിന്നോട് പറയുകയാണ്, നീ എനിക്ക്
വിലപ്പെട്ടവനാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. ആര് പറഞ്ഞു നിന്നോട് ആർക്കും ഇഷ്ടമില്ലെന്ന്? ആര് പറഞ്ഞു നിന്നെ ആർക്കും ഇഷ്ടമില്ല, നിന്നോട് എല്ലാവർക്കും വെറുപ്പാണെന്ന്? ആരാ പറഞ്ഞേ? അങ്ങനെ ആരും പറയണ്ട. കർത്താവ് പറയാണ്, നീ എനിക്ക് പ്രിയങ്കരമാണ്. നിനക്ക് പകരമായി, അല്ലെ, ഒരാൾക്ക് പകരമായി ഒരു ജനതകളെ ഞാൻ നിനക്ക് കൊടുക്കുന്നു. നിനക്ക് മോചന ദ്രവ്യമായി നിന്നെ മോചിപ്പിക്കാൻ കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തിൽ തന്നെ അടിയേറ്റു. ആ ശരീരം, ആ ജീവൻ അവൻ നമുക്ക് വേണ്ടി മോചന ദ്രവ്യമായി നൽകി. പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വാക്കാണ് റാൻസം എന്ന് പറഞ്ഞാൽ മോചന ദ്രവ്യം. അല്ലേ, നമ്മളെയൊക്കെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ, ഇപ്പം എന്നെ തട്ടിക്കൊണ്ടുപോയി, ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിച്ചിട്ട് ഡാനിയൽ അച്ഛനോട് പറയുകയാണ് 10 ലക്ഷം രൂപ തന്നാൽ ഇയാളെ വിട്ടുതരാം. അപ്പോൾ ഉടനെ അച്ഛൻ പറയാണ് 12 ലക്ഷം അങ്ങോട്ട് തരാം, വിടരുത്. അങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട്. നമ്മളെയൊക്കെ അങ്ങനെ ആരും ഏറ്റെടുക്കുവോ? ഇല്ല. പക്ഷേ വചനം പറയുകയാണ്, നമ്മൾ വളരെ മോശക്കാരായിരുന്നിട്ടും കർത്താവ് എന്ത് ചെയ്തു? പൈസ കൊടുത്തിട്ടല്ല വാങ്ങിച്ചത്, മറിച്ച് തൻ്റെ രക്തം തന്നെ അവൻ നമുക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകി. കർത്താവ് മോചനദ്രവ്യമായി നൽകിയത് എന്താണ്? മനസ്സിലാവുന്നുണ്ടോ? ഒരു പറ നെല്ലല്ല മോചനദ്രവ്യമായി കർത്താവ് കൊടുത്തത്, മറിച്ച് സ്വന്തം ജീവൻ തന്നെ നൽകി. അതിനേക്കാൾ വലുത് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഇല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്, നമുക്ക് മോചനദ്രവ്യമായി അവൻ എന്ത് നൽകി? തൻ്റെ രക്തം നൽകി. എന്താ നൽകിയത്? അല്ലെ, നമ്മെ മോചിപ്പിക്കാൻ, പിശാചിന്റെ അടിമത്തത്തിൽ പിശാച് കൊത്തിയെടുത്തുകൊണ്ട് പോയ നമ്മുടെ ജീവിതത്തെ തിരികെ എടുക്കാൻ, തിരികെ തരാൻ കർത്താവ് എന്താ കൊടുത്തത്? തൻ്റെ രക്തം കൊടുത്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ, തൻ്റെ രക്തത്താൽ അവിടുന്ന് നമ്മെ വീണ്ടെടുത്തു. അല്ലെ, തൻ്റെ രക്തം നൽകി അവൻ നമ്മെ വീണ്ടെടുത്തു. അല്ലെ, ആ രക്തം നൽകി കർത്താവ് നമ്മെ വീണ്ടെടുത്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, കർത്താവിൻ്റെ രക്തം അവൻ നമ്മെ അത്രയും വിലപ്പെട്ടവനായി കണ്ടതുകൊണ്ടാണ് ഈ രക്തം നമുക്ക് വേണ്ടി നൽകിയത്. അല്ലേ? അപ്പോൾ വചനം പറയുന്നുണ്ട്, അല്ലേ, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തയ്യാറായേക്കാം, പക്ഷെ പാപികളായ നമുക്ക് വേണ്ടിയൊക്കെ മരിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലേ? അങ്ങനെ തയ്യാറായി. ആര് തയ്യാറായി? ഈശോ തയ്യാറായി. അതാണ് നമ്മുടെ വില. മനസ്സിലാവുന്നുണ്ടോ? 10 ലക്ഷം കൊടുത്താൽ എന്നെ വിട്ടുതരാമെന്ന് പറയുമ്പോൾ ഡാനിയൽ അച്ഛൻ പറയുകയാണ്, 50 ലക്ഷം രൂപ തരാം, അവനെ വിട്ടുതരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവരിട്ടത് 10 ലക്ഷമാണ്, പിശാചിട്ടത് 10 ലക്ഷമാണ്. പക്ഷേ വാങ്ങിച്ചെടുക്കുന്ന ആൾ പറയുകയാണ് 10 അല്ല 50 തരാം, തിരിച്ചു തരാൻ. അതാണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ശരിക്കും 10ന്റെ വിലയേ ഉള്ളൂ, പക്ഷെ കർത്താവ് 10 അല്ല നൽകിയത്, മറിച്ച് 50 കൊടുത്തിട്ട് 40 എക്സ്ട്രാ കൊടുത്തിട്ട് പറയുകയാണ് അത്രയും തരാം, തിരിച്ചു തരാൻ പറയുകയാണ്. ഇതാണ് വിഷയം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലേ? ഒന്ന് എഴുന്നേറ്റെ. അപ്പൊ നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ ശക്തമായൊരു അഭിഷേകം ഈ രാത്രിയിൽ കർത്താവ് നമുക്ക് നൽകുകി. അതിനെ ഓർത്ത് ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയാണ്. നമ്മൾ വിലപ്പെട്ടവരായിട്ട് ദൈവം കണ്ടു, നമ്മൾ പ്രിയപ്പെട്ടവരായിട്ട് ദൈവം കണ്ടു. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. ഒരു 10 പേര് കേൾക്കുന്ന സ്വരത്തിൽ നമ്മൾ കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആരും മടി വിചാരിക്കേണ്ട കാര്യമില്ല. കൈ ഉയർത്താൻ പറ്റുന്നത് തന്നെ ദൈവത്തിൻ്റെ കാരുണ്യമാണ്. തളർച്ച അനുഭവപ്പെടാത്തത് ദൈവം നൽകിയ ബലത്തിലാണ്. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ജീവനുള്ള ദൈവം, സ്വന്തം രക്തം നമുക്ക് വേണ്ടി ചിന്തിയവൻ, തന്നെ വീണ്ടെടുപ്പായിട്ട് നമുക്ക് നൽകിയവൻ, മോചനദ്രവ്യമായി നൽകിയൊരു ദൈവം, ആ കർത്താവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. ഓൺലൈനിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരും നിങ്ങൾ വീട്ടിലിരുന്ന് എവിടെയായിരുന്നാലും നിങ്ങൾ ശക്തിയോടെ സ്തുതിക്കുക. ഒന്നും ഓർത്ത് മടിച്ചു നിൽക്കരുത്. ശക്തമായൊരു അഭിഷേകം ഈ രാത്രിയിൽ വ്യാപരിക്കുകയാണ്. കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപ ഒഴുകുകയാണ്. ഈ രാത്രിയിൽ വിവിധ നിയോഗങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് യോഹന്നാൻ 14:14 നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരും. ശക്തമായൊരു ദൈവകൃപ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കട്ടെ. ശക്തിയോടെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. കുടുംബങ്ങളെ ഓർത്ത്, തലമുറകളെ ഓർത്ത്, യെരൂശലേം പുത്രിമാരെ, രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നെഴുന്നേറ്റ് നിലവിളിക്കുക. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നെഴുന്നേറ്റ് നിലവിളിക്കുക. ജലധാര പോലെ നിങ്ങളുടെ കണ്ണുനീരിനെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി രാത്രി സമയത്ത് ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. നശിച്ചു പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി, ദൈവത്തെ അറിയാത്തൊരു തലമുറയ്ക്ക് വേണ്ടി, നിരീശ്വരവാദം പടർന്നു പിടിക്കുന്ന ഒരു തലമുറയിലേക്ക് ആത്മാവിന്റെ അഭിഷേകം, ദൈവാരാധന തടസ്സപ്പെടുത്തുന്ന മേഖലകളിലേക്ക് കർത്താവിന്റെ കൃപ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ശക്തിയോടെ 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 സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന.